Hi all, welcome to One's Coaching. Electrical and Electronic Measurements in the പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. ഓക്കെ, ചാപ്റ്റർ നമ്പർ 6 ആണ് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. സോ നമ്മൾ ഓൾറെഡി എന്താണ് വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു വോൾട്ട് മീറ്റർ ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജസ്. ഓക്കെ, DC ആയിരിക്കാം, AC ആയിരിക്കാം. അപ്പോൾ ബേസിക്കലി ദിസ് വോൾട്ട് മീറ്റേഴ്സ് AC ക്വാണ്ടിറ്റി അതുപോലെ തന്നെ DC ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡീൽ ചെയ്ത്. ആ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ DC വോൾട്ടേജ് ആസ് വെൽ ആസ് AC വോൾട്ടേജ് മെഷർ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് PMMC ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് DC വോൾട്ടേജസ് ആൻഡ് MI instruments, moving iron instruments, which are mainly used for the measurement of AC quantities, AC voltage. Okay, അപ്പോൾ നമ്മൾ പഠിച്ചു അനലോഗ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാമെന്നുള്ള കേസ് നമ്മൾ പഠിച്ചു. ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി വി ആർ ഡീലിംഗ് വിത്ത് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. ഓക്കെ, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്, വാട്ട് ഡു യു മീൻ ബൈ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്? ഓക്കെ, അപ്പോൾ അനലോഗ് വോൾട്ട് മീറ്റർ നമ്മൾ ഓൾറെഡി കണ്ടു. അനലോഗ് വോൾട്ട് മീറ്ററിൻ്റെ ഒരു ഐഡിയ നമുക്കുണ്ട്. അനലോഗ് വോൾട്ട് മീറ്ററിൽ എങ്ങനെയായിരുന്നു, നമുക്കൊരു പോയിൻ്റ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പോയിൻ്റ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ് ഓവറോൾ ആ സ്കെയിലിൻ്റെ മുകളിൽ മൂവ് ചെയ്യും. ആ പോയിൻ്റ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ് പ്രോപ്പറായിട്ട് ആ സ്കെയിലിൻ്റെ മുകളിൽ മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അൺനോൺ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റ് ആൻഡ് സ്കെയിൽ ഡിഫ്ലക്ഷനിൽ കറക്റ്റായിട്ട് നമുക്ക് ആ വാല്യൂ മെഷർ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അനലോഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സിൻ്റെ കേസിൽ ആക്ച്വലി യു ആർ ഗെറ്റിംഗ് ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ വാല്യൂ. നമ്മൾ മെഷർ ചെയ്യേണ്ട അൺനോൺ വോൾട്ടേജ് അത് AC ആയിക്കോട്ടെ DC ആയിക്കോട്ടെ, ആ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ആക്ച്വലി വി ആർ മെഷറിങ് ഇൻ ടേംസ് ഓഫ് ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ആക്ച്വലി അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട അൺനോൺ ക്വാണ്ടിറ്റി, ഓക്കെ, DC ആയിക്കോട്ടെ AC ആയിക്കോട്ടെ, ആ ക്വാണ്ടിറ്റീനെ, ആ അനലോഗ് ക്വാണ്ടിറ്റീനെ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി കൺവേർട്ടിങ് ഇറ്റ് ടു എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us see ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ? ഫണ്ടമെൻ്റലി ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് മീൻസ് ദേ ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് വിൽ പ്രൊവൈഡ് ഔട്ട്പുട്ട് in the form of discrete numerical value. ഓക്കെ, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ആ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. ഓക്കെ, സോ ലെറ്റ് us see ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. സോ ബേസിക്കലി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വോൾട്ട് മീറ്റർ. ഓക്കെ, വോൾട്ട് മീറ്റേഴ്സ് ആൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഓക്കെ, ഫണ്ടമെൻ്റലായിട്ട് ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു അമ്മീറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? വോൾട്ട് മീറ്റർ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അനലോഗ് ആസ് വെൽ ആസ് ഡിജിറ്റൽ. 2 ടൈപ്സ് ഓഫ് വോൾട്ട് മീറ്റേഴ്സ് ആണ് നമുക്ക് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ളത്. അനലോഗ് വോൾട്ട് മീറ്റേഴ്സും ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സും. അനലോഗ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, PMMC ഇൻസ്ട്രുമെൻറ്റ് ആസ് വെൽ ആസ് MI ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി DC ക്വാണ്ടിറ്റീസും DC ആൻഡ് AC ക്വാണ്ടിറ്റീസും എങ്ങനെ മെഷർ ചെയ്യാന്നുള്ള ആ ഒരു പാർട്ട് നമ്മൾ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ മെയിൻലി വിൽ ബി ഫോക്കസിങ് ഓൺ ദിസ് പാർട്ട്, ഡിജിറ്റൽ പാർട്ട്. ഓക്കെ, അപ്പോൾ സി ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ഇറ്റ് ഈസ് ആക്ച്വലി ഡിസ്പ്ലേയിങ് AC or DC voltage, okay, in the form of discrete numerical value. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്കൊരു പോയിൻ്റ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻ്റ് അല്ല ഉള്ളത്. നമ്മുടെ അൺനോൺ ക്വാണ്ടിറ്റി, മെഷർ ചെയ്യേണ്ട അൺനോൺ ക്വാണ്ടിറ്റി ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഓൺ അവർ സ്ക്രീൻ, ആ ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ഇറ്റ് ഈസ് നോൺ ഇൻ ഷോർട്ട് ഫോം ആസ് DVM.
ഓക്കെ, നമ്മുടെ ലാബുകളിൽ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് അവൈലബിൾ ആണ്. ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിൽ ഇഷ്ടം പോലെ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ഡിജിറ്റൽ ഫോമിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. എൻ്റെ ആ ഒരു സ്ക്രീനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു DC വോൾട്ട് മീറ്റർ, ഓക്കെ, ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ഒരു സ്ക്രീനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. DC ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്, ഇത് AC ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ന്യൂമറിക്കൽ വാല്യൂ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ വാല്യൂ അൺനോൺ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ സിസ്റ്റമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ കേസിൽ. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ മെഷറിംഗ് 10 വോൾട്ട് DC. ഓക്കെ, ആ ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ഡിസ്പ്ലേയിൽ ഇറ്റ് വിൽ ഷോ 10.0. ഓക്കെ, AC ക്വാണ്ടിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ, ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് ഇറ്റ് വിൽ ബി ഷോയിങ് ഇൻ അവർ ഔട്ട്പുട്ട് സ്ക്രീൻ. ഓക്കെ, ഇതുപോലെ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിലാണ് നമ്മൾ മെജോറിറ്റി DVM വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DVM, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്, ഇറ്റ് വിൽ ബി ആക്ച്വലി ഡിസ്പ്ലേയിങ് ദ വാല്യൂ ഓഫ് DC ആസ് വെൽ ആസ് AC voltages directly on the screen, and it will be basically following decimal number system. 0 to 9 വരെയുള്ള ആ ഒരു നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DVMൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് AC ക്വാണ്ടിറ്റി ആണെങ്കിലും DC ക്വാണ്ടിറ്റി ആണെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് ഇറ്റ് വിൽ ബി ഷോയിങ് ഓൺ ദ സ്ക്രീൻ. ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഒരു DVMൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. നൗ ബിഫോർ ഗോയിങ് ടു ദ കൺസ്ട്രക്ഷൻ പാർട്ട്, ക്ലാസിഫിക്കേഷൻ പാർട്ട്, അതിൻ്റെ വർക്കിങ്ങിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ലെറ്റ് us ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് DVM അല്ലെങ്കിൽ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് വെൻ കമ്പയർഡ് ടു ദ അനലോഗ്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് DVM, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. നമ്മുടെ ലബോറട്ടറിയിലൊക്കെ കാണുന്ന ഒരു മൊഡ്യൂളാണ് ഇതുപോലെയുള്ളത്. വളരെ ഹാൻഡി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി പെട്ടെന്ന് മെഷർ ചെയ്യാനും അതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടാനും ഒക്കെ വളരെ ഈസി ആയിട്ടും ഹാൻഡി ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ് ഈ DVM. ഓക്കെ, സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇതിൻ്റെ റീഡ് ഔട്ട് ഓഫ് DVM ഈസ് ഈസി. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ റീഡ് ഔട്ട് ഈസി എന്ന് പറയുന്നത്? നമ്മൾ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ പോയിൻ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നടക്കുന്നത്. ഈ ഡിഫ്ലക്ഷൻ നടക്കുന്നത് വരെ ദാറ്റ് പേഴ്സൺ ഹു ഈസ് മെഷറിംഗ് ദാറ്റ് ക്വാണ്ടിറ്റി ഹാസ് ടു വെയിറ്റ്, ഫസ്റ്റ് വൺ. ഓക്കെ, അത് മാത്രമല്ല ഈ മെഷർ ചെയ്യുന്ന ആൾക്ക് സപ്പോസ് ദർ ഇസ് എനി സം എറർ, ഈ മെഷർ ചെയ്യുന്ന ആൾ എന്തെങ്കിലും എറർ കമ്മിറ്റ് ചെയ്യണം, പാരലാക്സ് എറർ പോലെയുള്ള എറർ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, കിട്ടുന്ന റീഡിങ് തെറ്റായിരിക്കും. ഓക്കെ, റോങ് ആയിപ്പോവും. ഓക്കെ, സോ സി ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ആണെങ്കിൽ സപ്പോസ് യു ആർ മെഷറിംഗ് 10 വോൾട്ട് ഓർ 12 വോൾട്ട്, ഡയറക്റ്റ്ലി ഡിസ്പ്ലേയിൽ ആ വാല്യൂ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ റീഡ് ഔട്ട് വളരെ ഈസിയാണ്. ഇറ്റ് എലിമിനേറ്റ്സ് ഒബ്സർവേഷണൽ എറർ, ഫസ്റ്റ് വൺ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റീഡിങ് വളരെ ഈസി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ആക്യുറസി കൂടും അല്ലേ? ആക്യുറസി കൂടും, എറർ വരാനുള്ള ചാൻസ് കുറയും. ഓക്കെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, എറർ ഓൺ ദ അക്കൗണ്ട് ഓഫ്, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാരലാക്സ് എററും അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ എററൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അനലോഗ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ട വാല്യൂ സേ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 10.4. ആ റീഡിങ് ആ നീഡിൽ വന്ന് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അത് 10.3 ആണോ 10.4 ആണോ 10.5 ആണോ, there will be a confusion. Okay, so that confusion of the user will create error. പക്ഷേ ഈ കേസിൽ ദാറ്റ് ഈസ് എലിമിനേറ്റഡ്. ഓക്കെ, അപ്പോൾ പാരലാക്സ് എറർ അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ എറർ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റീഡിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ കംസ് അണ്ടർ ദ ഫസ്റ്റ് 2 കേസ്. ദെൻ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു മെമ്മറി യൂണിറ്റിലേക്കോ ഒരു ലാച്ചിലേക്കോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്. ഔട്ട്പുട്ട് ക്യാൻ ബി ഈസിലി ഫെഡ് ടു ദ മെമ്മറി ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസിലേക്കും ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ യു ക്യാൻ സ്റ്റോർ. ദാറ്റ് ഈസ് ഓൾസോ അനദർ അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ കോമ്പാക്റ്റ് ആണ്, it is cheap when compared to the analog instrument, then versatile as well as accurate, very low power is required, and another important is that portability, വളരെ ഈസി ആയിട്ടും ഹാൻഡി ആയിട്ടും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്
of DVM when compared to analog. ഇതുകൊണ്ട് തന്നെ അനലോഗ് ഇൻസ്ട്രുമെൻസും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻസും വെച്ച് നോക്കുമ്പോൾ അനലോഗ് ഇൻസ്ട്രുമെൻസിനെക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെൻസ് ആണ്. പക്ഷേ ചില എന്താ പറയുക റിസർച്ച് പർപ്പസിനും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഏരിയയിലെല്ലാം യു കനോട്ട് റീപ്ലേസ് DVM വിത്ത് അനലോഗ്. ചില ടിപ്പിക്കലായിട്ടുള്ള കേസ് കൂടി ഉണ്ട്. ഓക്കെ, all the analog instruments you cannot replace by digital voltmeters, digital instruments. Okay, analog instruments യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസിലും നമുക്ക് ഡിജിറ്റൽ വെച്ച് റീപ്ലേസ് ചെയ്യാം. ബട്ട് ചില ആക്യുറസി കൂടുതലായിട്ട് വേണ്ട കേസ് വരുമ്പോൾ ഈ ഡിജിറ്റൽ അപ്രോക്സിമേഷനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അനലോഗിൻ്റെ കേസിലാണ്. സോ ദാറ്റ് കേസ് യു വിൽ ഓൾവേസ് ഗോ ഫോർ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. നൗ അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമുക്കൊരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൽ എന്തൊക്കെയുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഇസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓർ ബ്ലോക്ക് ഡയഗ്രാം ഫോർ എ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ നമുക്ക് നോക്കാം. ഓക്കെ, സോ എ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ഒരു പൾസ് ജനറേറ്റർ ഉണ്ടാവും. ഓക്കെ, ഈ പൾസ് ജനറേറ്ററിനകത്ത് ഇറ്റ് വിൽ ബി ഹാവിങ് അനലോഗ് സർക്യൂട്ടറി ആസ് വെൽ ആസ് ഡിജിറ്റൽ സർക്യൂട്ടറി. അനലോഗ് കമ്പോണൻസ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള കമ്പോണൻസ് അവൈലബിൾ ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, ദെൻ output of the pulse generator is fed to an AND gate. ഒരു AND ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. Output of the AND gate is again fed to a NOT gate. Okay, finally the output will be displayed by using a decimal display system. ഒരു 7 segment ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നൗ സീ നമുക്ക് മെഷർ ചെയ്യേണ്ട ഇൻപുട്ട്, ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ട ഇൻപുട്ട് ദിസ് ഇസ് ദ ഇൻപുട്ട്. ഏതാണോ അൺനോൺ ക്വാണ്ടിറ്റി, ആ അൺനോൺ ക്വാണ്ടിറ്റി is the input signal. Okay, that input signal comes as the input of pulse generator. Okay, അപ്പോൾ pulse generator ന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? Pulse generator it actually provides a pulse in proportion to the input signal. Okay, ആ പൾസ് most probably it is in the shape of rectangular signals. rectangle shape ഉള്ള പൾസ് ആയിട്ടായിരിക്കും. അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് സിഗ്നലിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇവിടെ നമുക്കൊരു റെക്ടാങ്കിൾ സിഗ്നൽ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ആ റെക്ടാങ്കിൾ സിഗ്നൽ വിൽ ബി കമ്മിങ് ടു ആൻ AND ഗേറ്റ്. Okay, now ഇവിടെ will be applying a train of signal. Okay, അതായത് ഹൈ ഫ്രീക്വൻസി ഉള്ള റെക്ടാങ്കുലർ പൾസസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ട്രെയിൻ ഓഫ് പൾസസ് വിൽ ബി അപ്ലൈ. ഓക്കെ, സോ ഔട്ട്പുട്ട് ഓഫ് ദ പൾസ് ജനറേറ്റർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ പൾസ് ജനറേറ്റർ വിൽ ബി ഇൻ വേരിയേഷൻ ഓഫ് യുവർ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഈ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പൾസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഈ പൾസ് ഈ റെക്ടാങ്കുലർ പൾസും ഈ ട്രെയിൻ ഓഫ് പൾസും തമ്മിൽ ആൻഡ് ചെയ്യുന്നു, ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നോട്ട് ഗേറ്റിൽ വരിക. നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇറ്റ് വിൽ ബി കമ്മിങ് ആസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഡിസ്പ്ലേ സിഗ്നലായിട്ട് നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, ആ ഇൻപുട്ട് സിഗ്നൽ എന്തായാലും ഒരു അനലോഗ് ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. ആ അനലോഗ് ക്വാണ്ടിറ്റി നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ അനലോഗ് ക്വാണ്ടിറ്റീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പൾസസ് കൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവെർഷൻ ആണ് ഈ പറയുന്ന ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആണെങ്കിൽ ആ ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം യു ക്യാൻ സി. ഓക്കെ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ പൾസ് ജനറേറ്റർ. ഓക്കെ, പൾസ് ജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് എ പൾസ് in proportion with our input signal. Okay, this will be having analog circuitry as well as digital circuitry. Okay, then output of the pulse generator will be fed to an AND gate. AND gate ന്റെ output will be fed to the NOT gate. NOT gate ന്റെ output proper ആയിട്ട് ഒരു ഡെസിമൽ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, നൗ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, സോ വോൾട്ടേജ് വിച്ച് ഈസ് ടു ബി മെഷേർഡ് ഈസ് ഗിവൺ ടു ദ ഇൻപുട്ട് സിഗ്നൽ. ദ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ആ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ടു ദ പൾസ് ജനറേറ്റർ. ഓക്കെ, നൗ പൾസ് ജനറേറ്റർ ജനറേറ്റ്സ് എ ട്രെയിൻ ഓഫ് റെക്ടാങ്കുലർ പൾസ് ബൈ യൂസിങ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ടെക്നിക്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പൾസ് ജനറേറ്ററിൻ്റെ അകത്ത് അനലോഗ് കമ്പോണൻസ്, അനലോഗ് സർക്യൂട്ടറി അവൈലബിൾ ആയിരിക്കും, ഡിജിറ്റൽ സർക്യൂട്ടറി അവൈലബിൾ ആയിരിക്കും. അനലോഗ് സർക്യൂട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന, അതായത് പൾസ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, റൈസ് ടൈം, ഫോൾ ടൈം, ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, അനലോഗ് സർക്യൂട്ടറി അവൈലബിൾ ആണ്. അനലോഗ് സർക്യൂട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു കൺട്രോൾ ദ ആംപ്ലിറ്റ്യൂഡ്, റൈസ് ടൈം ആസ് വെൽ ആസ് fall time of the pulse generator. Okay, then it is also having digital circuitry. Digital circuitry the main function എന്ന് പറയുന്നത് it has to control the width as well as frequency. അതായത് പൾസ് വിഡ്ത്ത്, ആ പറയുന്ന റെക്ടാങ്കുലർ സിഗ്നലിൻ്റെ ഡ്യൂട്ടി റേഷ്യോ, ഓക്കെ, എത്ര വിഡ്ത്ത് ആണ് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ റെക്ടാങ്കുലർ പൾസിൻ്റെ ഓൺ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആ വിഡ്ത്തും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ടറിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആ ഔട്ട്പുട്ടിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ആയിരിക്കണം, ടൈം പീരീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കറക്റ്റ് ആയിരിക്കണം, റൈസ് ടൈം കറക്റ്റ് ആയിരിക്കണം, ഫോൾ ടൈം കറക്റ്റ് ആയിരിക്കണം, ആസ് വെൽ ആസ് അതിൻ്റെ പ്രോപ്പർ ആംപ്ലിറ്റ്യൂഡ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പൾസ് ജനറേറ്ററിൻ്റെ അകത്ത് വരുന്ന പോർഷൻസ് ആണ് ഈ പറയുന്ന ഡിജിറ്റൽ സർക്യൂട്ടറി ആസ് വെൽ ആസ് അനലോഗ് സർക്യൂട്ടറി. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ഔട്ട്പുട്ട് ഓഫ് ദ പൾസ് ജനറേറ്റർ ഈസ് ഫെഡ് ടു ദ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ആണ്. ഈ ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന റെക്ടാങ്കുലർ പൾസും ഒരു ട്രെയിൻ ഓഫ് പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹൈ ഫ്രീക്വൻസി, ഓക്കെ, ഒരു ഹൈ ഫ്രീക്വൻസി റാമ്പ് ആവാം, റെക്ടാങ്കുലർ ആവാം, ഏത് ഫോമിലുള്ള സിഗ്നലും ആവാം. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന റെക്ടാങ്കുലർ പൾസ് ആണെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും എന്തായിരിക്കും, റെക്ടാങ്കുലർ പൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ആൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഓക്കെ, ട്രെയിൻ ഓഫ് റെക്ടാങ്കുലർ പൾസിനെ and operation ചെയ്യും with respect to the pulse generator and will be getting the output. Okay, so AND gate, it will be fed with a train of pulse as well as rectangular pulse, and it will be providing the same duration as that of the rectangular pulse. നമുക്കറിയാം AND operation എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് ഇൻപുട്ടിലേക്കും 1 എന്നുള്ള കണ്ടീഷൻ വന്നാലേ ഔട്ട്പുട്ടിൽ 1 നമുക്ക് കിട്ടുള്ളൂ. 1 0 അല്ലെങ്കിൽ 0 1 അല്ലെങ്കിൽ 0 0 എന്നുള്ള കണ്ടീഷൻ വന്നാൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ്. നെക്സ്റ്റ് നമുക്ക് ഓരോരോ ബ്ലോക്കായിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ദ വോൾട്ടേജ് വിച്ച് ഈസ് ടു ബി മെഷേർഡ്. ഓക്കെ, പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിങ് ഡിജിറ്റൽ ആസ് വെൽ ആസ് അനലോഗ് ടെക്നിക്സ് അല്ലെങ്കിൽ അനലോഗ് circuitry in order to produce the respective rectangular pulse. ഈ rectangular pulseൻ്റെ റൈസ് ടൈം, ഫോൾ ടൈം, ആംപ്ലിറ്റ്യൂഡ് ആസ് വെൽ ആസ് വിഡ്ത്ത് ആൻഡ് ഫ്രീക്വൻസി ഇതെല്ലാം പ്രോപ്പർ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ബൈ യൂസിങ് എ ഡിജിറ്റൽ ആസ് വെൽ ആസ് അനലോഗ് സർക്യൂട്ടറി ഇവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും, പ്രോപ്പർ ആയിട്ടുള്ള റെക്ടാങ്കുലർ പൾസ് വിത്ത് പ്രോപ്പർ റൈസ് ടൈം, ഫോൾ ടൈം, വിഡ്ത്ത് ആസ് വെൽ ആസ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഈ പൾസ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വിൽ ബി ഹാവിങ് ആൻ ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ പർപ്പസ് എന്തായിരിക്കണം? ആൻഡ് ഗേറ്റിൻ്റെ പർപ്പസ് ഈ പറയുന്ന ഇൻപുട്ടും ഈ പറയുന്ന ട്രെയിൻ ഓഫ് പൾസസിൻ്റെ ഇൻപുട്ടും രണ്ടും കൂടി ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ആൻഡ് ഗേറ്റ് മീൻസ് വിൽ ബി ഗെറ്റിംഗ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുന്ന കണ്ടീഷൻ എപ്പോഴായിരിക്കും, വെൻ ബോത്ത് ദ ഇൻപുട്ട് ആർ അണ്ടർ ഹൈ കണ്ടീഷൻ. രണ്ടും ഹൈ ആവുന്ന കണ്ടീഷനിലായിരിക്കും we will be getting a high pulse. Yes, okay, so that is the case. Next വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞു ട്രെയിൻ ഓഫ് പൾസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസാണ് ഒന്ന് ട്രെയിൻ ഓഫ് പൾസ്. ആ ട്രെയിൻ ഓഫ് പൾസ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നതാണ്, ആൻഡ് ഗേറ്റിൻ്റെ ഈ ഒരു റീജിയണിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ട്രെയിൻ ഓഫ് പൾസാണ്. അപ്പോൾ ഈ ട്രെയിൻ ഓഫ് പൾസ് നമ്മൾ നോക്കുക. ഈ ട്രെയിൻ ഓഫ് പൾസ് നമ്മൾ സാധാരണ റെക്ടാങ്കുലർ പൾസ് വരയ്ക്കുമ്പോൾ മുകളിലേക്കാണ് വരയ്ക്കുക. ഇത് നേരെ റിവേഴ്സ്ഡ് പോർഷനിലുള്ള കേസാണ്. ഇങ്ങനെയാണ് നമ്മൾ റെക്ടാങ്കുലർ ട്രെയിൻ പൾസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻപുട്ട് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്ടാങ്കുലർ പൾസ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ട്രെയിൻ ഓഫ് പൾസ് ഇതാണെങ്കിൽ റെക്ടാങ്കുലർ പൾസ് ഇതാണ്. ഈ റെക്ടാങ്കുലർ പൾസിൻ്റെ വിഡ്ത്ത് ടി ആണെങ്കിൽ, ഓക്കെ, ടി ആണെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും? സിഗ്നൽ ഈ രണ്ട് സിഗ്നലിൻ്റെയും ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള സിഗ്നലായിരിക്കും. ഓക്കെ, സോ ഈ ടോട്ടൽ വിഡ്ത്ത് ഈ ടി ടൈം പീരീഡിന് മാത്രമാണ് നമ്മുടെ റെക്ടാങ്കുലർ പൾസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഈ ടി ടൈമിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? ഇതിന് രണ്ടിൻ്റെയും ആൻഡ് ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ പർട്ടിക്കുലർ ടി ടൈം പീരീഡിന് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. Okay, so AND gate in the output it is will be only for a time t
വിച്ച് ഈസ് സെയിം ആസ് അവർ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ കറസ്പോണ്ടിങ് ആയിട്ട് റെക്ടാങ്കുലർ സിഗ്നൽ ജനറേറ്റ് ചെയ്തു. ആ റെക്ടാങ്കുലർ സിഗ്നലിൻ്റെ പൾസ് വിഡ്ത്ത് ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് എ ആൻഡ് ഗേറ്റ്. സോ ഇവിടെ കിട്ടുന്ന ആൻഡ് ഗേറ്റിൻ്റെ പൾസും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നിരിക്കുന്ന റെക്ടാങ്കുലർ പൾസിൻ്റെ വിഡ്ത്തും ഓൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് എന്തായിരിക്കണം? ഈ പൾസിനെ, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് പൾസിനെ ഒരു നോട്ട് ഗേറ്റ് വഴി നമുക്ക് പാസ് ചെയ്യണം അല്ലേ? സി കണ്ടോ, നോട്ട് ഗേറ്റ് വഴി പാസ് ചെയ്യുമ്പോൾ ആ നേരെ, അതായത് ഇൻവേർട്ടഡ് ആയിട്ടിരുന്ന നമ്മുടെ പൾസ് നേരെ റിവേഴ്സ് ചെയ്യും. സി കണ്ടോ? യെസ്. സോ നോട്ട് ഗേറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻവേർട്ടിങ് ദാറ്റ് ഔട്ട്പുട്ട് ഓഫ് എൻ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ ആ ഒരു ഔട്ട്പുട്ടിനെ അത് നേരെ റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ജനറേറ്റ് ചെയ്യുന്ന പൾസിനെ പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, ആ കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, എത്ര പൾസസ് ജനറേറ്റ് ചെയ്തു, ആ പൾസ് ജനറേറ്റ് ചെയ്താൽ ഇതുണ്ടോ ടി ടൈം പീരീഡ് ആണ്, ആ ടി ടൈം പീരീഡിന് പ്രപ്പോർഷണൽ ആയിരിക്കും എൻ്റെ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ അതേ വിഡ്ത്തിലാണ് നമുക്കിവിടെ കിട്ടിയത് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഈ നോട്ട് ഗേറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്ത് ഡെസിമൽ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, സി ഇൻപുട്ട് സിഗ്നൽ അനലോഗ് ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുന്നു. ആ അനലോഗ് ക്വാണ്ടിറ്റീനെ വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ സിഗ്നൽ നമ്മൾ ആക്ച്വലി ഒരു കമ്പാരിസൺ ചെയ്യുന്നു. ആ കമ്പാരിസൺ ചെയ്തിട്ട് അതിനെ പ്രോപ്പർ ആയിട്ടൊരു കൗണ്ടറിലേക്ക് കൊടുത്ത് ആ നമ്പർ ഓഫ് സിഗ്നൽസ് ആയിട്ട് അതിനെ കൗണ്ട് ചെയ്തെടുക്കുന്നു. ആ കൗണ്ട് ചെയ്തതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെസിമൽ ഡിസ്പ്ലേ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ആ ക്വാണ്ടിറ്റീനെ കാണിക്കാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ്. ഒരു LCD അല്ലെങ്കിൽ ഒരു LED ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആ കൗണ്ട് ചെയ്ത ഔട്ട്പുട്ടിനെ ജസ്റ്റ് കാണിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സോഴ്സാണ്, ഒരു ഇൻ്റർഫേസ് ആണ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഹു ഈസ് മെഷറിങ് ആൻഡ് ദ മെഷറിങ് ക്വാണ്ടിറ്റി മെഷർമെൻറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡെസിമൽ ഡിസ്പ്ലേ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് കൗണ്ട് ചെയ്തെടുത്തിരിക്കുന്ന സിഗ്നലിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡെസിമൽ ഡിസ്പ്ലേ സിസ്റ്റംസ് വഴി കാണിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണത്, ഹൗ വി ആർ യൂസിങ് ടു മെഷർ ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് ഇതിനെ പറയുകയാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റൽ വോൾട്ട്മീറ്ററിലേക്ക് ഞാൻ എൻ്റെ അൺനോൺ സിഗ്നലിനെ കൊടുത്തു. സോ അൺനോൺ സിഗ്നൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ഫെഡ് ടു ദ പൾസ് ജനറേറ്റർ. പ്രോപ്പറായിട്ട് ആ പൾസ് ജനറേറ്റർ റിക്വയർഡ് റൈസ് ടൈം, ഫോൾ ടൈം, വിഡ്ത്ത്, ഫ്രീക്വൻസി എല്ലാം പ്രോപ്പർ ആക്കിക്കൊണ്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രപ്പോർഷണലായിട്ട്, ഇൻപുട്ട് സിഗ്നലിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ളൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ സിഗ്നൽ ഞാൻ എൻ്റെ ആൻഡ് ഗേറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കും. ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്, അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. മറ്റൊരു ഇൻപുട്ട് എന്ന് പറയുന്നത് വി ആർ പ്രൊവൈഡിങ് എ ട്രെയിൻ ഓഫ് റെക്ടാങ്കുലർ പൾസ്, ട്രെയിൻ ഓഫ് ഇൻവേർട്ടഡ് റെക്ടാങ്കുലർ പൾസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ട്രെയിൻ ഓഫ് റെക്ടാങ്കുലർ ഇൻപുട്ട് പൾസ് ആണ് അടുത്ത സ്റ്റേജിൽ കൊടുക്കുന്നത്. ആൻഡ് ഓപ്പറേഷൻ നടത്തുന്നു. ആൻഡ് ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം നമുക്കറിയാം പർട്ടിക്കുലർ വിഡ്ത്ത്, ഓക്കെ, ഫോർ എ ടൈം പീരീഡ് ടി മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ആ ഔട്ട്പുട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വി വിൽ ബി ഡയറക്ട്ലി കണക്റ്റിംഗ് ഇറ്റ് ടു എ നോട്ട് ഗേറ്റ്. സോ നോട്ട് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ നേരെ റിവേഴ്സ് ചെയ്യുക, നോട്ടാക്കുക. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, പോസിറ്റീവ് പ്രോപ്പറായിട്ട് അതിനെ നേരെ റിവേഴ്സ് ചെയ്യും. ഓക്കെ, സോ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻവേർട്ടർ ഈസ് ഫെഡ് ടു ദ കൗണ്ടർ. കിട്ടിയ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത ആ പൾസിനെ ഒരു കൗണ്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. എത്ര നമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് കൗണ്ട് ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ബൈ യൂസിങ് എ, ഓക്കെ, ദാറ്റ് കൗണ്ട് ഈസ് ആക്ച്വലി ഡിസ്പ്ലേഡ് ബൈ യൂസിങ് എ LCD ഡിസ്പ്ലേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഡിജിറ്റൽ വോൾട്ട്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൻ്റെ പർപ്പസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എന്തൊക്കെയാണ് ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ നമ്മുടെ മെയിൻ പാർട്സ്, കമ്പോണൻസ്. ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ ക്വാണ്ടിറ്റി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണത് കൗണ്ട് ചെയ്യുന്നത്, ഫൈനലായിട്ട് LCD ഡിസ്പ്ലേയിൽ എങ്ങനെയാണത് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിരുന്നു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൻ്റെ. ഫ്രം നെക്സ്റ്റ് സെഷൻ വിൽ ബി സ്റ്റഡിയിങ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ. ഓരോ ക്ലാസിഫിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിൽ ബി ഗോയിങ് ടു സ്റ്റഡി. ഓക്കെ, താങ്ക് യു.